നാട്ടിലേക്കുള്ള യാത്രയിലാണ്. സാധാരണ ട്രെയിനിലാണ് യാത്ര ചെയ്യാറുള്ളത്. ഈ പ്രാവശ്യവും ട്രെയിനിന് ബുക്ക് ചെയ്തിരുന്നു. അതോടൊപ്പം ഫാമിലി കൂടി ഉണ്ടായതുകൊണ്ട് ട്രെയിൻ തന്നെയായിരുന്നു ബുക്ക് ചെയ്തത്. പക്ഷേ ട്രെയിൻ ചാർട്ട് പ്രിപ്പയർഡ് ആയപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നത് കൺഫേം ആയില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെയായിരുന്നു. ആയതിനാൽ ബസ് നാട്ടിലേക്ക് ചൂസ് ചെയ്തു. ബസ് ടിപ്പു സുൽത്താൻ എന്ന പേരുള്ള ബസ്സാണ്. ചെന്നൈ കോയമ്പേട് മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് നിന്ന് രാത്രി 9:10 എടുക്കുന്ന ബസ് രാവിലെ 9 മണി 10 മണിയാകുമ്പോൾ കറക്റ്റ് ടൈം എത്തുകയാണെങ്കിൽ രാമനാട്ടുകര കോഴിക്കോട് ഭാഗങ്ങളിലെത്തും. ബസ് യാത്ര പൊതുവെ മടുപ്പുണ്ടാക്കുന്നതാണെങ്കിലും ഈ യാത്ര തുടക്കം നല്ല രസമായിരുന്നു. പക്ഷേ രാവിലെ നമ്മുടെ കേരളത്തിലേക്ക് എൻ്റർ ചെയ്തത് മുതൽ വലിയൊരു സുഖം ഉണ്ടായില്ല. റോഡുകൾ വളവും തിരിയും ഒക്കെ ഉള്ളതുകൊണ്ട് അതുവരേക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. മക്കൾ ഉണ്ടായതുകൊണ്ട് ചെറിയ കുട്ടി ഛർദ്ദിച്ചു. ഏകദേശം നമ്മൾ ലൊക്കേഷൻ രാമനാട്ടുകര എത്താനായപ്പോഴേക്ക് മോനെ ഛർദ്ദിച്ചു. പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് ഫാമിലിയുമൊത്തുള്ള യാത്ര, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകൾ ഏറ്റവും ബെസ്റ്റ് ട്രെയിൻ തന്നെയാവും. മക്കൾക്ക് ഇത് ഒരു ഹരമായിട്ട് ഫസ്റ്റ് ഉണ്ടായി. പിന്നെ എന്താ എത്താത്തത് എന്നുള്ള ചോദ്യമായി. അങ്ങനെയൊക്കെയാണ് ബസ് യാത്ര ഉള്ളത്. ഏകദേശം 900 രൂപയാണ് നോൺ AC ബസ്സുകൾക്ക് സ്ലീപ്പറിന് ചാർജ് ഈടാക്കുന്നത്. ഇതിൽ സ്ലീപ്പർ അല്ലാതെ സിറ്റിംഗ് ആണെങ്കിൽ 100 രൂപയുടെ മാറ്റേ സ്ലീപ്പറും സിറ്റിങ്സും തമ്മിൽ ഉള്ളൂ. നമ്മൾ പോകുന്ന അന്ന് ആണ് ഇത് ബുക്ക് ചെയ്തത്. വിത്തിൻ കുറച്ച് സമയം ഉച്ചക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. കാരണം ചാർട്ട് പ്രിപ്പയർഡ് ആയപ്പോഴാണ് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞതിന് ശേഷമാണ് വെയിറ്റിംഗ് ലിസ്റ്റ് കൺഫേം ആവാതിരുന്നത്. ആയതിനാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ബസ് ബുക്ക് ചെയ്തതും. ഇവരുടെ ടിപ്പു സുൽത്താൻ എന്ന ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ബസ് യാത്ര ഉള്ളത്.